കാഞ്ചിയാർ സ്വരാജ് തൊപ്പിപ്പാള മറ്റപ്പള്ളി റോഡ് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം റോഡിൽ വീണ കാൽനട യാത്രികനായ മറ്റപ്പള്ളി സ്വദേശിയുടെ കാലൊടിഞ്ഞു. റോഡിന്റെ ദുരവസ്ഥ കാരണം മുമ്പും ഇവിടെ വീണ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. അധികൃതർ ഫണ്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെയും ആരോപണം. കഴിഞ്ഞ 3 വർഷമായി മറ്റപ്പള്ളി കോളനി നിവാസികൾ ദുരിതയാത്രയാണ് നടത്തുന്നത്. സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് ഈ റോഡ്. 3 വർഷത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായി. ഒരു കുട്ടി വീണ് മുഖം മുഴുവൻ പരിക്കേറ്റു. കിഴക്കേ വാഴക്കാലയിൽ ഫെലിക്സിന്റെ കാലിനും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം ചെരുവിള പുത്തൻ വീട്ടിൽ മഹേഷ് സാധനങ്ങളുമായി വീട്ടിലേക്ക് പോയതാണ്. കല്ലിൽ തെന്നി വീണ് കാൽ വട്ടമൊടിഞ്ഞു. നിർദ്ധനരായ മഹേഷിനെ ചികിത്സിക്കാൻ പണം പോലുമില്ല. തമിഴ്നാട്ടിലെ ഊശാലംപെട്ടിയിൽ പോയി കാൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഞാൻ പണിയും കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ വണ്ടി കയറി സാധനമെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നപ്പോഴത്തേനും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴിയിലോട്ട് ഉരുളക്കെല്ലാം ചവിട്ടി നിറഞ്ഞടിച്ച് വീണ് കാല് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. വട്ടം ഇവിടെ ഒന്ന് ഒടിഞ്ഞു, പിന്നെ മുകളിലും ബോട്ടിലുണ്ട്. സഹകരണത്തിൽ ചെന്നപ്പോഴത്തേനും അവിടെ 85,000 രൂപ വേണമെന്ന് പറയും. ഓപ്പറേഷൻ തന്നെ എല്ലാം കൂടെ 1.5 ലക്ഷം രൂപ വേണമായിരുന്നു. അതുകൊണ്ടുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് കുശലാമ്പട്ടി പോയി തിരുമിച്ചിട്ടിരിക്കുക. പിന്നെ 3-4 ദിവസം കൂടുമ്പോഴത്തേനും കുശലാമ്പട്ടിക്ക് പോകണം. 10,000 രൂപ മുടക്കാം. ഒരു നിവൃത്തിയില്ല. പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല. 2 പിള്ളേരും പെണ്ണുപിള്ളയാണ്. ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞാണ് ഒരു കൊച്ചുങ്ങൾ സൈക്കിളിൽ നിന്ന് വീണ മോത്ത മുഴുവൻ മുറിഞ്ഞിരിക്കുകയായിരുന്നു. ജനങ്ങൾ നദി മുറിച്ചു കടക്കുന്ന നൂൽപാലം പോലെയാണ് ഈ റോഡിന്റെ അവസ്ഥ. ഏതു സമയവും അപകടവും പതിയിരിപ്പുണ്ട്. ഇവിടെ ജനപ്രതിനിധികൾ ധാരാളമുണ്ട്. മന്ത്രി മുതൽ ഗ്രാമപഞ്ചായത്ത് അംഗം വരെ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. എല്ലാവരും ഇടതുപക്ഷ പ്രതിനിധികളാണ്. എന്നാൽ നാട്ടുകാർക്ക് നടന്നു പോകാൻ ഒരു റോഡ് പോലും ഇല്ലെന്നാണ് സത്യം. ഇങ്ങനെ ഇറക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ റോഡാണ്. ഇതുകൊണ്ടോ ഒരു കാരണത്തിലില്ല, നടന്നു പോലും പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനിലെ നടന്നു പോയതാ. ആ കൊച്ച് ഇവിടെ വീണ് അതിൻ്റെ കാല് വട്ടം ഒടിഞ്ഞിരിക്കുക. ഇതാണ് ഒരു കാരണത്തിലില്ല, വണ്ടി ഓടിച്ചുകൊണ്ട് ഈ റോഡിൽ കൂടെ പോകത്തില്ല. എത്രയോ തവണ അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒന്നും ശരിയാക്കി തന്നിട്ടില്ല. ഒരു നാടിന്റെ വികസനത്തിന്റെ ആദ്യപടി റോഡാണ്. നാടിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് വീമ്പ് പറയുന്നവരോട് ഒരു വാക്ക്. മറ്റപ്പള്ളി കോളനിയിലെ ജനങ്ങളും വോട്ടർമാരല്ലേ? ഇവിടെ എന്തു വികസനമാണ് നടത്തിയത്? നാട് ഭരിക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് ദുരിതം വിധിച്ചാൽ നാട് എങ്ങനെ നന്നാവും? കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.